നമസ്കാരം. ലേഖനം അധ്യാപകരും വിദ്യാർത്ഥികളും അന്നും ഇന്നും. വിദ്യാഭ്യാസം എന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമാണ്. ഒരു കുഞ്ഞ് ജനിച്ച ശേഷം അവൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ വളരെ വലിയ പങ്ക് വിദ്യാഭ്യാസത്തിനുണ്ട്. വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാത്ത മാതാപിതാക്കൾ ശത്രുക്കൾക്ക് തുല്യമാണെന്നാണ് പറയുക. പഴയകാലത്തെ ഗുരുശിഷ്യ ബന്ധം വളരെ മഹത്തരമാണ്. ഗുരുവിനെ വന്ദിക്കുന്നതിൽ ഒരു ശിഷ്യനും മടി കാണിച്ചിരുന്നില്ല. ഭയഭക്തി ബഹുമാനവും ഉണ്ടായിരുന്നു. ഗുരുവിനെ എവിടെ വച്ച് കണ്ടാലും കൈകൂപ്പി തൊഴുത് വന്ദനം പറയാൻ ശിഷ്യർ എന്നും മുന്നിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വിദ്യാർത്ഥികൾക്ക് അധ്യാപകരോട് ബഹുമാനവുമില്ല, ഭയവുമില്ല, പുച്ഛവും പരിഹാസവും മാത്രമാണ്. തനിക്ക് വിദ്യ പകരുന്ന അധ്യാപകനെ ഇരട്ടപ്പേരിട്ട് വിളിച്ച് കളിയാക്കുന്ന വിദ്യാർത്ഥികൾ അധ്യാപകരെ കോമാളികളാക്കുകയാണ്. ഇന്ന് അധ്യാപകനെ പ്രണയിക്കുന്ന വിദ്യാർത്ഥിനിയെയും അധ്യാപികയെ പ്രണയിക്കുന്ന വിദ്യാർത്ഥിയെയും നമുക്ക് കാണാം. എനിക്ക് ഇപ്പോഴും ചിന്തിക്കുമ്പോൾ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണത്. എങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്ന അധ്യാപകനെ നമുക്ക് പ്രണയിക്കാൻ കഴിയുന്നത്? വിദ്യ പകരുന്ന, നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന നമ്മുടെ ഗുരുവിനെ എങ്ങനെയാണ് ഭർത്താവായി കാണാൻ സാധിക്കുന്നത്? ഗുരുശിഷ്യ ബന്ധമെന്നാൽ അമൂല്യവും പവിത്രവുമാണ്. അത് കളങ്കപ്പെടുത്തുവാൻ എങ്ങനെ സാധിക്കുന്നു? മുൻപ് ഗുരുവിനെ കണ്ടാൽ മടക്കിക്കുത്തിയ മുണ്ട് മടക്കഴിച്ച് നേരെയിടും. അതാണ് ബഹുമാനം. എന്നാൽ ഇന്നോ തോളിലൂടെ കൈയിട്ട് നടക്കുന്ന ഫ്രണ്ട്സാണ് അധ്യാപകരും വിദ്യാർത്ഥിയും. കർക്കശക്കാരായ അധ്യാപകരും അഭ്യസ്തവിദ്യരായ രക്ഷിതാക്കളുമാണ് വിദ്യാഭ്യാസം നേരിടുന്ന വെല്ലുവിളികൾ.